Good afternoon. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ ആണോ? നമ്മൾ ഷെയർ ചെയ്തിട്ടേക്കുന്നത് ഓക്കെ ആണ് അല്ലേ? യെസ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ഞാനൊന്ന് പേജ് എടുക്കട്ടെ കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? അവിടെ ലബോറട്ടറിയിലെ നമ്മൾ എടുത്തോണ്ടിരുന്നത് ലബോറട്ടറിയില് നമ്മൾ ഏതാണ് ജനറൽ സേഫ്റ്റി മെഷേഴ്സ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരു മിനിറ്റ് കേട്ടോ, ഇതൊന്ന് ഷെയർ ചെയ്ത് വെക്കട്ടെ പേജ്. സേഫ്റ്റി പോളിസി കഴിഞ്ഞു. ജനറൽ സേഫ്റ്റി മെഷേഴ്സ് ഓക്കെ അല്ലേ? ജനറൽ സേഫ്റ്റി മെഷേഴ്സ് അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ എത്ര കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ലാസ്റ്റ് അതെ, ആദ്യക്കുട്ടി ഇവിടെ ഇട്ടേണ്ട ഡു നോട്ട് ചൂകം അതല്ലേ നമ്മൾ പറഞ്ഞത്? അതെ അതെ, നമ്മൾ പാത്രങ്ങളൊന്നും ലാബിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, അതല്ലേ പറഞ്ഞത്? ഓക്കെ. ഡു നോട്ട് ചൂകം 8th പോയിന്റ് അല്ലെ, ഇവിടെ നമ്പർ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. 8ാമത്തെ പോയിന്റ് ആണ് ഡു നോട്ട് ചൂകം ഡ്രിങ്ക് സ്മോക്ക് ഓർ ഈറ്റ് വൈൽ വർക്കിംഗ് ഇൻ ദ ലാബ്. ഏതാണ് 6th പോയിന്റ് വരെയാ? ആ പോയിന്റില് ഇനി നമ്പർ എണ്ണി എടുക്കണം. 2, 4, 6, 8. ഓക്കെ, 8ാമത്തെ പോയിന്റ്. ഓക്കെ, 8ാമത്തെ പോയിന്റ് അല്ലേ നമ്മൾ പറഞ്ഞത്? 2, 4, 6, 8. അതെ, ഡു നോട്ട് ചൂകം ഡ്രിങ്ക് സ്മോക്ക് ഓർ ഈറ്റ് വൈൽ വർക്കിംഗ് ഇൻ ദ ലാബ്. അപ്പൊ നമ്മള് ലാബില് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മള് ചവയ്ക്കാനോ കുടിക്കാനോ വലിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഇതൊന്നും പാടില്ല. ലബോറട്ടറി ഗ്ലാസ് വെയർ ഷുഡ് നെവർ ബി യൂസ്ഡ് ആസ് എ ഫുഡ് ഓർ ബിവറേജ് കണ്ടെയ്നേഴ്സ്. ഇനി ലബോറട്ടറിയിലെ ഗ്ലാസ് വെയറുകള് പാത്രങ്ങള് നമ്മൾ ഒരിക്കലും എന്താ ഫുഡ് കഴിക്കാനോ ഈ ഡ്രിങ്ക് കുടിക്കാനോ വെള്ളം കുടിക്കാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കരുതെന്ന്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ഓൾവേസ് പുട്ട് ഓൺ സ്യൂട്ടബിൾ ക്ലോത്തിങ്, കെമിക്കലി റെസിസ്റ്റന്റ് ലാബ് കോട്ട്സ് ഓർ അപ്രോൺസ് ആർ സജസ്റ്റഡ്. ഇനി നമ്മൾ എന്താ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തുകൾ ധരിക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ ലാബിൽ ചെല്ലുമ്പോൾ അവരിപ്പോ നോർമൽ ഡ്രസ് ഇട്ടിട്ടാണോ അവിടെ ഇരിക്കുന്നത്? ആണോ? നോർമൽ ഡ്രസ് ഇട്ടിട്ടാണോ? അല്ലല്ലോ. അതായത് നമുക്ക് എന്താണ് ഒരു ഓവർകോട്ട് ഇത് ഉണ്ടാവും അവർക്ക് അല്ലേ? പുട്ട് ഓൺ സ്യൂട്ടബിൾ ക്ലോത്തിങ്. അപ്പൊ അവർക്ക് ഒരു ഗൗൺ പോലെ, അതായത് അവർക്ക് അവർ ഓവർകോട്ട് പോലെ ഡ്രസ് ഉണ്ട് അവിടെ. സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തുകൾ ധരിക്കണം. അതെന്താ? കെമിക്കലി റെസിസ്റ്റന്റ് ലാബ് കോട്ട്സ് ഓർ ആപ്രോൺസ് ആർ സജസ്റ്റഡ്. കെമിക്കലി റെസിസ്റ്റന്റ്, അപ്പൊ അവര് പല സാധനങ്ങളും ഇതൊക്കെ എടുക്കുന്നതാ. അപ്പൊ അതൊക്കെ നമ്മുടെ മേത്തേക്കൊക്കെ വീഴാതെ അതിന് വൈറ്റ് കോട്ട് അല്ലെ? ശരിയാണ്, വൈറ്റ് കോട്ട്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്കൊരു പ്രൊട്ടക്ഷനും കൂടി വേണ്ടിയാണ് അത്. അപ്പൊ അങ്ങനെ നമുക്ക് ഇത് കെമിക്കലി റെസിസ്റ്റന്റ് ലാബ് കോട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ വന്നാൽ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലാബ് കോട്ടുകൾ. അപ്രോൺസ് എന്ന് പറഞ്ഞാൽ ഉപരിവസ്ത്രങ്ങളാണ് കേട്ടോ, ഡ്രസ്സിന്റെ മുകളിൽ ഇടുന്നത്. അങ്ങനെയുള്ളതൊക്കെ സജസ്റ്റ് ചെയ്യാം. അതും അവർക്കുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ദെൻ ഹാൻഡിൽ നീഡിൽ സിറിഞ്ചസ് ആൻഡ് അതർ ഷാർപ്പ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതീവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. നീഡില്, സിറിഞ്ച്, ഇതൊക്കെ മറ്റുള്ള മുറിച്ചുള്ള ഷാർപ്പായിട്ടുള്ള ഇതൊക്കെ നമ്മൾ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഹാൻഡിൽ, നീഡിൽ, സിറിഞ്ചസ് ആൻഡ് അതർ ഷാർപ്പ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അതീവ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഇനി അടുത്ത നോക്കിയേ. കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി സെക്യൂർഡ് ടു പ്രിവെന്റ് ദം ഫ്രം ബീയിങ് നോക്ക്ഡ് ഓവർ. ഇനി കംപ്രസ് ചെയ്തിട്ടുള്ള ഗ്യാസ് സിലിണ്ടേഴ്സ് ഇല്ലേ, അത് ഷുഡ് ബി സെക്യൂർഡ്, സുരക്ഷിതമായിട്ട് വെക്കണം. എന്തിനാ? ടു പ്രിവെന്റ് ദം ഫ്രം ബീയിങ് നോക്ക്ഡ് ഓവർ. അത് പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ, ഗ്യാസ് സിലിണ്ടേഴ്സ് പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ എന്ത് ചെയ്യണം? അത് സുരക്ഷിതമായിട്ട് വെക്കണം. കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ബി secured to prevent them from being knocked over. അവര് അത് പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ അതെന്ത് ചെയ്യണം? അത് സുരക്ഷിതമായിട്ട് തന്നെ വെക്കണം. ഇനി നെക്സ്റ്റ് നോക്കി. ലാസ്റ്റത്തെ എന്താ?
in the care of a chemical splashing into your eyes. ഇപ്പൊ നമ്മുടെ കണ്ണില് എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ തെറിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഏതെങ്കിലും കെമിക്കൽസ് ഒക്കെ തെറിക്കുകയോ എന്തെങ്കിലും ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്കൊക്കെ വീഴുവാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മള് immediately flush the affected area with the running water for at least 20 minutes. ഓർ അൺവാഷ് ഫെസിലിറ്റി. ഇപ്പൊ കണ്ണിലാണ് വീഴുന്നെങ്കിൽ നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുക. സ്കിന്നിലാണെങ്കിലും വേഗം തന്നെ ഫ്ലഷ് എന്ന് വെച്ചാൽ കഴുകുക എന്നുള്ളതാണ് കേട്ടോ മീനിങ്. അപ്പൊ വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകണം. റണ്ണിങ് വാട്ടർ എത്ര അറ്റ്ലീസ്റ്റ് 20 മിനിറ്റെങ്കിലും, വെറുതെ ഒന്ന് ഒഴിച്ച് കഴുകല്ല. നമ്മൾ എവിടെയാണ് വീണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇച്ചിരി അധികം നേരം, അവിടെ ഒരു ടൈം പറഞ്ഞല്ല, കുറഞ്ഞത് 20 മിനിറ്റ് എങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മള് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് ഇന്ന് പറഞ്ഞ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോട്ടുകൾ ധരിക്കണം, ലാബ് കോട്ടുകൾ ധരിക്കണം, അപ്രോൺസ് ഉപരിവസ്ത്രങ്ങൾ അത് നമ്മൾ സജസ്റ്റ് ചെയ്ത പ്രകാരം അങ്ങനെയുള്ള ഡ്രസ്സുകൾ മസ്റ്റ് ആയിട്ടും ധരിക്കണം. പിന്നെ നീഡിലോ സിറിഞ്ചസോ അങ്ങനെയുള്ള ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. മറ്റേ അറിയാതെയൊക്കെ തട്ടി വെള്ളമൊക്കെ മേത്തേക്കൊക്കെ തെറിച്ചു കഴിഞ്ഞാൽ അപ്പോഴും അപകടം വരാം. അവരാണെങ്കിൽ എടുക്കുമ്പോഴും അതൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. പിന്നെ കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സ് പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ ഏതാണ് സെക്യൂർ ആയിട്ട് വെക്കണം, സുരക്ഷിതമായിട്ട് വെക്കണം. ഷുഡ് ബി സെക്യൂർ ടു പ്രിവെന്റ് ദം ഫ്രം ബീയിങ് നോക്ക്ഡ് ഓവർ. അത് പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ അത് സെക്യൂർ ആക്കി വെക്കണം. ഇനി അടുത്ത് നോക്കിയേ, ഇൻ ദ കെയർ ഓഫ് കെമിക്കൽസ് സ്പ്ലാഷിംഗ് ഇൻ ടു യുവർ ഐ. നമ്മുടെ കണ്ണിലേക്ക് കെമിക്കൽസ് ഒക്കെ വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ വീഴുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് വീണ ഏരിയ നമ്മൾ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ് എങ്കിലും നമ്മൾ കഴുകണം. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സിംബലുകളാണ് കേട്ടോ. സയൻസ് ആൻഡ് സിംബൽസ് ഇൻ ദ ലബോറട്ടറി. ഇതിന്റെ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോ ആ സിംബൽ തന്നിട്ട് അത് ഏതിനെ കാണിക്കുന്നതാന്ന് ചോദിക്കാം കേട്ടോ. ആ സിംബൽ അങ്ങനെ തന്നെ തരും. എന്നിട്ട് അത് ഏതാന്നുള്ളത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കി വെക്കണം. ടു റെഡ്യൂസ് ദ ആക്സിഡന്റ് ഇൻ ദ ലബോറട്ടറി ഇറ്റ് ഹാവ് ബീൻ മെയ്ഡ് കമ്പൽസറി ടു യൂസ് ദ സയൻസ് ആൻഡ് സിംബൽ ഇൻ ദ ലബോറട്ടറി. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ലബോറട്ടറിയിൽ ഇങ്ങനെയുള്ള സൈനുകൾ സിംബലുകൾ നിർബന്ധമാണ്. എന്തിനു വേണ്ടിയാ? നമുക്ക് ഇങ്ങനെയുള്ള സിംബലുകളൊക്കെ കണ്ടാൽ തന്നെ ഒരുവിധം അപകടങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂലേ? അല്ലെ? അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിപ്പോ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പോയിസൺ. അപ്പൊ നമുക്കത് പോയിസൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂല. ഇപ്പൊ നമ്മള് റേഡിയേഷൻ ഹസാർഡ്, അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല, റേഡിയേഷൻസ് ആണ് എന്നുള്ളത്. അങ്ങനെ ഓരോന്നിനും ഓരോ സിംബലുകൾ വെച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ? ടു റെഡ്യൂസ് ദ ആക്സിഡൻസ് ഇൻ ദ ലബോറട്ടറി. ലബോറട്ടറിയിലുള്ള ഉണ്ടാകുന്ന ആക്സിഡൻസുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് ലാബില് ഇങ്ങനെയുള്ള സൈനുകളും സിംബലുകളും ഒക്കെ ഉണ്ടാവണം. കണ്ടിട്ടുണ്ടോ ലാബിൽ പോയിപ്പോ ഇങ്ങനെയുള്ള സിംബലുകളൊക്കെ എവിടെയെങ്കിലും വെച്ചേക്കുന്നത്? ഉണ്ട്. അതെന്തായാലും നിർബന്ധമായിട്ട് വേണം, ആക്സിഡന്റ് കുറയ്ക്കാൻ. അല്ലെങ്കിൽ നമുക്കൊരു ബോധം ഉണ്ടാവില്ലോ അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സൈനുകളോ സിംബലുകളോ ഒക്കെ കാണുമ്പോ അയ്യോ അങ്ങോട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അത് അപകടമാണ്, നമുക്ക് അങ്ങനെ ഒരു വാണിംഗ് തരുക ചെയ്യുന്നത്. നോക്കി, ഒന്നാമത്തെയാണ് അവിടെ ഡേഞ്ചർ ഇൻഫ്ലേമബിൾ, ജ്വലിക്കുന്ന കത്ത് പിടിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ അതുകൊണ്ട് അത് എടുക്കാനൊന്നും പോകരുത്. ഇൻഫ്ലേമബിൾ. ദെൻ അടുത്തത് ഹാംഫുൾ, അത് എടുക്കാൻ പാടില്ല, നമുക്ക് ദോഷകരമാണ്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിന്റെ പുറത്ത് ഈ ഒരു സ്ലിപ്പ് ഇതിങ്ങനെ ഒട്ടിച്ചു വെക്കും, ഹാംഫുൾ ആണ്. പിന്നെ അടുത്ത കൊറോസീവ്. കൊറോസീവ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന, നാശമുണ്ടാക്കുന്നതാണ് കൊറോസീവ്. ഇപ്പൊ സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇതൊക്കെ കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ഒക്കെ നമുക്ക് കയ്യിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഭാഗം ഉരുകി പോകും അല്ലേ? കൊറോസീവ് ആണ്, നാശം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ദെൻ ഇലക്ട്രിക്കൽ ഹസാർഡ്. പിന്നെ എന്താ ഒരു ഇതെങ്ങനെ ഉണ്ടോ രാവിലെ മാർക്ക് കൊടുത്താൽ എന്താ? ഇലക്ട്രിക്കൽ ഹസാർഡ് ആണ്, ഷോക്ക് അടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇലക്ട്രിക്കൽ ഹസാർഡ് ആണ്, ഡേഞ്ചർ ആണ്. അപ്പൊ അത് നമ്മൾ സ്പർശിക്കാൻ പാടില്ല, ടച്ച് ചെയ്യരുത്. പിന്നെ അടുത്തതാണ് പോയിസൺ. പോയിസൺ ആണ്, നമുക്കതിലേക്ക് എന്താ പറയാ, നമുക്ക് എടുക്കാൻ പാടില്ല, പോയിസൺ ആണ്, വിഷപരമാണത്. അല്ലെങ്കിൽ നമുക്കൊരു അപകടം ഇതുപോലെയാണ്. അതെ, അടുത്ത നോക്കിയേ, ഇത് ഇങ്ങനെ സൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പോയിസൺ സൈൻ കണ്ടിട്ടില്ലേ? ഇതിൽ ഏതെങ്കിലും കണ്ടിട്ടുണ്ട്? ഇപ്പൊ നമ്മൾ പറഞ്ഞ 2, 4, 5 പറയുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ? എവിടെയാ ഉണ്ടാക്കണേ ആ സൈൻ? എവിടെയാ ഉണ്ടാക്കണേ? നിങ്ങള് അമൃതക്കുട്ടി എസ് എന്നിട്ടുണ്ടല്ലോ, എവിടെയാ അമൃതയെ കണ്ടെടുക്കണേ?
പോയിസൺ എന്നുള്ളത്? എവിടെയെങ്കിലും നിങ്ങള് ബോട്ടിൽ പിന്നെ ബോട്ടിൽസിൽ കണ്ടിട്ടുണ്ട്. പെസ്റ്റിസൈഡ്സ് ശരിയാ അല്ലെ? പെസ്റ്റിസൈഡ്സ് പെസ്റ്റിസൈഡ്സ് ഒക്കെ അത് എടുക്കാൻ പാടില്ല, അത് പോയിസൺ ആണ് എന്നുള്ള ഈ ഒരു സിമ്പിൾ ഉണ്ടാവും. ഓക്കെ. അടുത്ത റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ. എന്താ? നമുക്ക് എക്സ്പ്ലോഷൻ, സ്ഫോടനത്തിന് സാധ്യതയുണ്ട്, അത് നമുക്ക് എടുക്കാൻ പാടില്ല, അത് പൊട്ടിത്തെറിക്കും, അങ്ങനെയുള്ള ഇതാണ് എക്സ്പ്ലോഷൻ. സ്ഫോടനത്തിന് സാധ്യതയുള്ളതാണ് അതൊക്കെ. പിന്നെ അടുത്താണ് ബയോഹസാർഡ്. ബയോഹസാർഡ് എന്ന് വെച്ചാൽ ജൈവാപകടം. ബയോഹസാർഡ് സിമ്പല് ഇൻഫെഷ്യസ് ഏജന്റ്. അപ്പൊ നമുക്ക് എന്താ ദോഷകരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ജൈവ വസ്തുക്കൾ സൂക്ഷിക്കുന്ന പ്രദേശങ്ങളോ അല്ലെങ്കിൽ ഉപകരണങ്ങളിലോ ഒക്കെ കണ്ടെയ്നറിലൊക്കെ അത് വെക്കുന്നതാണ് ബയോഹസാർഡ് സിമ്പിൾസ്. ബയോഹസാർഡ് ആണ് അത്. പിന്നെ റേഡിയേഷൻ ഹസാർഡ്, ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ, റേഡിയേഷൻ ഹസാർഡ് പിന്നിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റേഡിയേഷൻ ഹസാർഡോ അത് കണ്ടിട്ടുണ്ടാവല്ലോ. റേഡിയേഷൻസ് ആണ്, ഹൈലി റേഡിയേറ്റഡ് ഏരിയ ആണ്, പോകാൻ പാടില്ല. റേഡിയോളജിയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള സിഗ്നലുകൾ, റേഡിയേഷൻ ഹസാർഡ്. പിന്നെ വിയർ ഗ്ലൗസ്, അത് കണ്ടറിയാം അല്ലെ? ആ ഗ്ലൗസിന്റെ പടം കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആ ഗ്ലൗസ് ധരിക്കണം. പിന്നെ ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വോൺ. അടുത്തത് എന്താ? ഫുൾ ഫേസ് മാസ്ക് ധരിക്കണം. മാസ്ക് ഫുള്ള് കവർ ചെയ്ത് നമുക്ക് ഫേസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള മാസ്കുകൾ ധരിക്കണം. പിന്നെ അടുത്ത് നോക്കിയാൽ നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. ഇനി ഫുഡ് ഓർ ഡ്രിങ്ക്സ് ഒന്നും അനുവദനീയമല്ല, നമുക്ക് അവിടെ കഴിക്കാൻ പാടില്ല. ഇപ്പൊ ചില ഏരിയകളിലൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ, അവിടെ ഇരുന്ന് ഭക്ഷണമൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ് അല്ല. ദെൻ അടുത്തത് സിമ്പിൾ മാത്രമേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ, ഇത്രയും പറഞ്ഞില്ലേ? ഇത് ഏതാണ്? ഈ സിമ്പിൾ കണ്ടറിയാലോ, ചെയ്യാൻ പാടില്ല എന്നാ. എന്താ? ഓക്കെ, വെരി ഗുഡ്. ഏതാണ്? നോ സ്മോക്കിംഗ്. എഴുതി വെച്ചോണ്ട് അവിടെ നോ സ്മോക്കിംഗ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവിടെ എഴുതാത്തത്. അതപ്പോ നമുക്കൊരു ടാസ്ക് അത് എഴുതാനായിട്ട്. എന്താ? നോ സ്മോക്കിംഗ്, സിഗരറ്റ് സ്മോക്കിംഗ് പാടില്ല. അതുപോലെ പാർക്കിങ്ങിന്റെ ഇതിനകത്ത് ക്രോസ് ഇട്ട് വെച്ച നോ പാർക്കിംഗ് അല്ലേ? ഇത് ചെയ്യാൻ പാടില്ല, ആ സംഭവം ചെയ്യാൻ പാടില്ല. അതാണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സൈഡ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള സിമ്പിളുകൾ ഇതെല്ലാം നമ്മൾ ലബോറട്ടറിയിൽ മസ്റ്റ് ആയിട്ട് വേണം, കമ്പൽസറി ആണെന്നാ പറഞ്ഞേക്കുന്നത്. എന്തിനു വേണ്ടി? ആക്സിഡൻസ് കുറയ്ക്കാൻ വേണ്ടി. ടു റെഡ്യൂസ് ദ ആക്സിഡൻസ് കുറയ്ക്കാൻ വേണ്ടി ലബോറട്ടറിയിൽ ഇത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. ഇൻഫ്ലേമബിൾ, ഹാർംഫുൾ, കൊറോസീവ്, ഇലക്ട്രിക്കൽ ഹസാർഡ്, പോയിസൺ, risk of explosion, then biohazard, radiation hazard, wear gloves, full face mask must be worn, no food or drinks allowed, then എന്താണ്? No smoking. അത്രയും കാര്യങ്ങൾ നോക്കാം. ഇനി ലാസ്റ്റ് ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക്. വാട്ട് റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ലാബ് മാനേജർ ജോബ്സ്. ഒരു ലാബ് മാനേജറിന്റെ ജോലിക്ക് കോമൺ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ. ഈ പോയിന്റ്സ് എത്രയാണ്? ഒരു 10-18 പോയിന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. 18 പോയിന്റ്സ് ഉണ്ട്. ഇത് ഫുള്ള് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണ്ട കേട്ടോ. അത് ആദ്യം തന്നെ പറയാം. ഇവിടെ നമുക്ക് വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല. അപ്പൊ ഏകദേശം നമുക്കിത് വായിക്കുമ്പോൾ ലബോറട്ടറിയിൽ ആണ് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലെ? ലബോറട്ടറി. പിന്നെ നമ്മൾ ആ ടേബിളിൽ പഠിച്ചായിരുന്നു കേട്ടോ. ടേബിളിന് നമ്മൾ ആ ജോബ് പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും പഠിച്ചു. ലബോറട്ടറി ഡയറക്ടറുടെ, ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ, ജനറൽ സൂപ്പർവൈസറുടെ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫ്ലിബിറ്റോമിസ്റ്റ്, ഇത്രയും നമ്മൾ ആ ടേബിളിൽ നിന്ന് പഠിച്ചു. അതുകൂടാതെ പിന്നെ വേറെ നമുക്ക് ഈ ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി മാത്രമേ പഠിക്കാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിനെങ്ങാനും റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യണതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ ഒന്നും കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിൽ ഇല്ല അവിടെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ബൈഹാർട്ട് ചെയ്യണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. 18 പോയിന്റ്സ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അഥവാ ആ പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ, ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഇന്ന ആക്കുന്ന റെസ്പോൺസിബിലിറ്റിയിൽ പലതാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത്രേ ഉള്ളൂ. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് നോക്കി അദ്ദേഹം ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? രൂപരേഖ തയ്യാറാക്കുക. ഔട്ട്ലൈൻ. എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നടപ്പിലാക്കുക.
Then supervise, മേൽനോട്ടം വഹിക്കുക, സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. The laboratory quality management program. ലബോറട്ടറിയിലെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം, അതിനൊരു രൂപരേഖ തയ്യാറാക്കുക, നിർവഹിക്കുക, അത് സൂപ്പർവൈസ് ചെയ്യുക, അതിനു വേണ്ട മേൽനോട്ടം വഹിക്കുക. ക്ലിയർ ആണ് നോക്കിയേ. ഔട്ട്ലൈൻ, execute and supervise the laboratory quality management program. Quality management program. അതിനെ രൂപരേഖ തയ്യാറാക്കണം, അത് എക്സിക്യൂട്ട് ചെയ്ത് നിർവഹിക്കണം, അതിന് വേണ്ട സൂപ്പർവിഷൻ, അതിന് വേണ്ട മേൽനോട്ടം വഹിക്കണം. ഇനി നെക്സ്റ്റ് നോക്കിയേ. Contact with the nursing and other hospital staff whenever needed. ഇനി ആവശ്യമുള്ളപ്പോഴെല്ലാം നേഴ്സിംഗ്, മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നിവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുക, അവരുമായിട്ട് ബന്ധപ്പെടുക. ആവശ്യമുള്ളപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്തായാലും നേഴ്സിംഗ് ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ട് ലാബ് മാനേജറിന് എന്തെങ്കിലും ഒരു കോണ്ടാക്ട് വേണം അല്ലെ, എന്തെങ്കിലും ലാബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തിനൊക്കെയാണെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള ആവശ്യമുള്ളപ്പോൾ, എപ്പോഴും നല്ല ആവശ്യമുള്ളപ്പോൾ നഴ്സിംഗ് ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ട് ഒരു കോണ്ടാക്ട് വെക്കണം. അടുത്തത് implement policies and procedure connected with the specific area. ആ നിർദ്ദിഷ്ട ഏരിയ, അതായത് ഏതല്ല ലബോറട്ടറി അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയർ, പോളിസികൾ ഇതെല്ലാം നടപ്പിലാക്കുക. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. Policies and procedure connected with the specific area. ആ പ്രത്യേക ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന പോളിസികള്, പ്രൊസീജിയറുകള് ഇതെല്ലാം നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. അടുത്ത നോക്കി. അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. അസസ് ചെയ്യുക എന്ന് വെച്ചാൽ വിലയിരുത്തുക. അസസ്, ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. ട്രാക്ക് ആൻഡ് ട്രെൻഡ്, നമ്മൾ പിന്തുടർന്ന് നമുക്കത് എന്താ വിലയിരുത്തുക. ട്രാക്ക് ആൻഡ് ട്രെൻഡ്. ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്, ടെക്നിക്കൽ ആയിട്ടുള്ളത്, എംപ്ലോയിയുടെ പെർഫോമൻസ്, ഇതൊക്കെ ട്രാക്ക് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, അസസ് ചെയ്യുക. പിന്തുടർന്ന് നമ്മൾ എന്താ വിലയിരുത്തുക എന്നുള്ളത് കേട്ടോ. അതിനെ നിരീക്ഷിക്കുക. എംപ്ലോയിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, അവരെല്ലാ കാര്യങ്ങളും ചെയ്തത് കറക്റ്റ് ആണോ, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, അതെല്ലാ കാര്യങ്ങളും അതിനെ ട്രാക്ക് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, അത് അസസ് ചെയ്യുകയും ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കി. അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പർ. ഓൺ സൈറ്റ് ട്രെയിനിങ്, പുതിയതായിട്ട് വരുന്ന എക്സിസ്റ്റിംഗ്, അവിടെ നിലവിലുള്ള സ്റ്റാഫ് മെമ്പേഴ്സ്, അവർക്കിടെ ഓൺ സൈറ്റ് ട്രെയിനിങ് അറേഞ്ച് ചെയ്യുക. അപ്പൊ അതായത് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക കേട്ടോ. അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. അപ്പൊ അവിടെ നിലവിലുള്ളതും പുതിയതായിട്ട് വരുന്ന സ്റ്റാഫ്, അവർക്കുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി discharge additional duties as assigned in support of laboratory operations. ഇനി ഒരു ലാബിലെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അസൈൻ ചെയ്തിട്ടുള്ള അഡീഷണൽ ഡ്യൂട്ടീസ് അത് നിർവഹിക്കുക. ഡിസ്ചാർജ് എന്ന് പറഞ്ഞ പെർഫോം എന്നുള്ള മീനിങ് ഉണ്ട് കേട്ടോ. നിർവഹിക്കുക. അഡീഷണൽ ഡ്യൂട്ടീസും ചെയ്യണം. എന്തിനാ എങ്ങനെയുള്ളത്? ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ള, അതിനുവേണ്ടി അസൈൻ ചെയ്തിട്ടുള്ള അഡീഷണൽ ഡ്യൂട്ടീസ് നിർവഹിക്കുക, ഡിസ്ചാർജ് ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ. Extend customer service to include all internal and external customers. Extend customer service. Customer service വിപുലീകരിക്കുക, extend ചെയ്യുക. To include all internal and external customers. ആ ലബോറട്ടറിയിലെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ഇവരെയൊക്കെ ഉൾപ്പെടുത്തുന്ന, അവരെയൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു എക്സ്റ്റേണൽ കസ്റ്റമർ സർവീസ് വികസിപ്പിക്കുക. ഓക്കെ, കസ്റ്റമർ സർവീസ് വിപുലീകരിക്കുക. ആരൊക്കെ? ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അവരെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു കസ്റ്റമർ സർവീസ് വിപുലീകരിക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുക.
അടുത്ത നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്, മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡേറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്. ഇനി എന്ത് ചെയ്യാ, മേക്ക് ഷുവർ ദാറ്റ് ഉറപ്പുവരുത്തുക കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡേറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്. അതായത് നമ്മുടെ ലബോറട്ടറിയിലെ ഡേറ്റാസ് അത് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള റിസൾട്ടുകൾ, ഇപ്പൊ ടെസ്റ്റിലൊക്കെ ആണെങ്കിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പൊ അതൊക്കെ കറക്റ്റ് ആണ്, അതിന്റെ കൃത്യതയും അദ്ദേഹം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കി, release sample to laboratory staff and communicate due dates and turn around the times. ഇനി സാമ്പിളുകള് ഈ ലബോറട്ടറിക്ക് ആവശ്യമായിട്ടുള്ള, ലാബിലെ സ്റ്റാഫിന് ആവശ്യമായിട്ടുള്ള സാമ്പിളുകൾ റിലീസ് ചെയ്യുകയും ഡ്യൂ ഡേറ്റ്സ്, ഒരു നിശ്ചിത തീയതി അവിടെ നിർണ്ണയിക്കുകയും ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിള് സ്വീകരിച്ചിട്ട് അത് റിസൾട്ട് കൊടുക്കാനായിട്ട് എടുക്കുന്ന സമയമില്ലേ, സാമ്പിള് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അത് റിസൾട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയം, അതാണ് ടേൺ അറൗണ്ട് ടൈം. അപ്പൊ ഇതെല്ലാവരും എന്ത് ചെയ്യണം, അറിയിക്കുക, കൃത്യമായിട്ട് അറിയിക്കുക. ലബോറട്ടറി ഡേറ്റാസ് റിലീസ് സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ്, സാമ്പിളുകള് ലബോറട്ടറി സ്റ്റാഫിന് റിലീസ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ ഡ്യൂ ഡേറ്റ്സ്, നമ്മൾ അടയ്ക്കേണ്ട തീയതി, നിശ്ചിത തീയതി, പിന്നെ അതുപോലെ തന്നെ ടേൺ അറൗണ്ട് ടൈം, ഇതൊക്കെ അറിയിക്കുക. ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞു, 9 പോയിന്റ്സ്, 9 പോയിന്റ്സാ പറഞ്ഞത്. എന്നിട്ട് ബാക്കിയിട്ട് അധികം അടുത്ത് പറയാം, ഒരുമിച്ച് പറയാനുള്ള 9 എണ്ണം പെട്ടെന്ന് വായിച്ചു. ഓക്കെയാണോ? ഇനിയിപ്പോ പ്രത്യേകിച്ച് അത് നമുക്ക് പഠിക്കാനുള്ള ടൈം എടുക്കണ്ട, അതിപ്പോ ഇവിടെ തന്നെ പഠിച്ചു പോകാവുന്നേ ഉള്ളൂ കേട്ടോ. തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാം. ഒന്നാമത്തേല് ഇതാ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. ക്വാളിറ്റി, ലബോറട്ടറിയുടെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം, അത് ഔട്ട്ലൈൻ, അതിന്റെ രൂപരേഖ തയ്യാറാക്കുക, നിർവഹിക്കുക, അതിനെ മേൽനോട്ടം വഹിക്കുക. പിന്നെ ആവശ്യമുള്ളപ്പോഴെല്ലാം ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള്, നേഴ്സിംഗ് ആൻഡ് ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ആ സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് വരുന്ന പോളിസികള്, പ്രൊസീജിയറുകള്, ഇതൊക്കെ നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ അടുത്തത് എംപ്ലോയിയുടെ പെർഫോമൻസ് ഇല്ലേ, എംപ്ലോയിയുടെ പെർഫോമൻസ്, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്, ഇതൊക്കെ നമ്മൾ അദ്ദേഹം ട്രാക്ക് ചെയ്യണം, അസസ് ചെയ്യണം, അത് ഒബ്സർവ് ചെയ്യണം. അസസ് ചെയ്യുക, നിരീക്ഷിച്ചുകൊണ്ട് അതിനെ വിലയിരുത്തുക. പിന്നെ അതുപോലെ ഓൺസൈറ്റ് ട്രെയിനിങ്, ഇപ്പൊ പുതിയതായിട്ടുള്ള സ്റ്റാഫുകളും ഇനി പഴയ സ്റ്റാഫുകൾക്കും ട്രെയിനിങ് കൊടുക്കണം. അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുക. ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു മേൽനോട്ടം കൊടുക്കുക, അറേഞ്ച് ചെയ്യുക. പിന്നെ അടുത്തത് ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ അഡീഷണൽ ഡ്യൂട്ടീസ് അത് നിർവഹിക്കുക. പിന്നെ കസ്റ്റമർ സർവീസ്, ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കസ്റ്റമർ സർവീസ് വിപുലീകരിക്കുക. പിന്നെ അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡാറ്റ, കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്, റിസൾട്ടുകൾ കറക്റ്റ് ആക്കുന്നുണ്ട്, ഇതെല്ലാം അദ്ദേഹം ഉറപ്പുവരുത്തണം. പിന്നെ അടുത്ത സാമ്പിളുകള് ലബോറട്ടറി സ്റ്റാഫിന് റിലീസ് ചെയ്യുക, ഡ്യൂ ഡേറ്റ്സ് അവരെ അറിയിക്കുക, ആൻഡ് ടേൺ അറൗണ്ട് ടൈംസ്, അതായത് ടേൺ അറൗണ്ട് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്വീകരിച്ചിട്ട് നമ്മൾ അത് റിസൾട്ട് കൊടുക്കാൻ എടുക്കുന്ന ടൈം, അതെല്ലാം കൃത്യമായിട്ട് അറിയിക്കുക. ആർക്കെങ്കിലും ഈ 9 പോയിന്റ്സിലും സംശയം ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ ആണെങ്കിൽ അടുത്തത് വായിച്ചു വെച്ചാൽ മതി, ഇനി ഇതിരുന്ന് ഫുള്ളൊന്നും ബൈപ്പാട്ട് ചെയ്യേണ്ട പിള്ളേരെ. അടുത്ത നോക്കി, ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കണേ എനിക്ക്, ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റിസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈന്റ്സ്. അപ്പൊ ലാബിൽ ഉണ്ടാവുന്ന ഏത് സ്ഥലത്തും ഉണ്ടാവില്ല, ഏതെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറില്ലേ, സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങള്, കംപ്ലൈന്റ്സുകള്, ഇതൊക്കെ അദ്ദേഹം എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം.
അതിനൊരു ഗൈഡ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, അതിനെ ഒരു എന്ത് ചെയ്യുക, റിസൊല്യൂഷൻ, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, പ്രശ്നം പരിഹരിക്കുക, പരിഹാര മാർഗങ്ങളും കണ്ടെത്തുക. ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റിസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈൻസ്. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിന്റെ പരാതികൾ, ഇതൊക്കെ കൈകാര്യം ചെയ്യുക, അതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ വേഗം സോൾവ് ചെയ്യുക. Then responsible for all employees who are working at all level demand facilities. ഇനി അദ്ദേഹത്തിന് എന്തിനുള്ള ഉത്തരവാദിത്തം ഉണ്ട്? എന്നിട്ട് റെസ്പോൺസിബിലിറ്റി ഫോർ ഓൾ എംപ്ലോയീസ്, എല്ലാ എംപ്ലോയിക്കും, അതായത് ലാബിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയിക്കും ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസ്, അത് സൗകര്യങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തണം. ഓൺ ഡിമാൻഡ് ഫെസിലിറ്റീസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ കൊടുക്കണം. അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അവർക്ക് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ആ സ്റ്റാഫിന് ആവശ്യത്തിന് ഫെസിലിറ്റി വേണം, അത് ഉറപ്പുവരുത്തേണ്ടത് അദ്ദേഹം തന്നെയാണ്. ക്വാളിറ്റി മാനേജർ, ലാബ് മാനേജർ ആണ്. അടുത്ത നോക്കിയേ, എൻഷുർ അഡ്ഹിയറൻസ്. അഡ്ഹിയർ ചെയ്യുക എന്ന് വെച്ചാൽ പാലിക്കുക. Ensure adherence with the federal, state and system regulation to provide the operations. അതായത് ലബോറട്ടറി നൽകുന്ന പ്രവർത്തനങ്ങള്, ആ ലബോറട്ടറി നൽകുന്ന പ്രവർത്തനങ്ങളില് എല്ലാ ഫെഡറൽ, സ്റ്റേറ്റ്, സിസ്റ്റം റെഗുലേഷൻസ്, മാനദണ്ഡങ്ങള് പാലിക്കുന്നുണ്ട്. ലാബ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം നല്ല റെഗുലേഷൻ, നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ പാലിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തണം. അഷ്യൂർ കംപ്ലൈൻസസ് വിത്ത് ഓൾ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയർ ഇൻ ദ ലബോറട്ടറി. എന്താണ് അഷ്യൂർ ചെയ്യുക എന്ന് വെച്ചാൽ പരിപാലിക്കുക, പാലിക്കുക എന്ന് തന്നെ ഒരു മീനിങ് ആണ് കേട്ടോ. കോർപ്പറേറ്റ് പോളിസി അതായത് ഗവേൺ പോളിസി, ലബോറട്ടറിയുടെ സേഫ്റ്റി, ക്വാളിറ്റി പോളിസി, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട പോളിസി, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ പോളിസികളും പ്രൊസീജിയറുകളും ലാബില് പാലിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തണം. കംപ്ലൈൻസസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ളതാട്ടോ. അഷ്യൂർ എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുക, എല്ലാവരും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്താ? കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയർ ഇൻ ദ ലബോറട്ടറി. ലബോറട്ടറിയിലെ എല്ലാ പോളിസി, എല്ലാ നയങ്ങളും അതുപോലെയുള്ള പ്രൊസീജിയർ, നടപടിക്രമങ്ങളും എല്ലാം ലാബ് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. Enlarge the lab research portfolio by helping to develop new research project and proposals. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു സ്ഥാപനം, ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റല്, ലാബ് ആണെങ്കിൽ ലാബ്, ഏതാണോ ഒരു സ്ഥാപനം കൈവശം വെച്ചിരിക്കുന്ന അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തിക ആസ്തികള്, നിക്ഷേപങ്ങള്, അതിന്റെയൊക്കെ ശേഖരം, അതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. Enlarge lab portfolio. അതായത് ഒരു ലാബാണെങ്കിൽ ലബോറട്ടറി കൈവശം വെച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള, അതുപോലെ അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസ്തികള്, അവരുടെ എക്യുപ്മെന്റ്സുകള്, ഇതിനെ കുറിച്ചുള്ള ശേഖരം, അതായത് പുതിയ ഒരു ഗവേഷണ പദ്ധതികളും നിർദ്ദേശങ്ങളും ഒക്കെ വികസിപ്പിക്കാനായിട്ട് ലാബിന്റെ പോർട്ട്ഫോളിയോ എൻലാർജ് ചെയ്യുക. അത്രയും അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, അത് വേണമെങ്കിൽ ചെറുതാക്കിയതാണ്. Enlarge the lab's research portfolio. പുതിയ ഗവേഷണ പദ്ധതികള്, എന്തെങ്കിലും നിർദ്ദേശങ്ങള്, ഇതൊക്കെ വികസിപ്പിക്കാൻ സഹായിക്കുന്നതിലൂടെ ലാബിന്റെ പോർട്ട്ഫോളിയോ എൻലാർജ് ചെയ്യുക, വലുതാക്കുക. Enlarge the lab's research portfolio. ഇനി അടുത്തതൊക്കെ സെറ്റപ്പ് ആൻഡ് കീപ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്പെസിഫിക്കേഷൻ. ഇനി എങ്ങനെയാ സെറ്റപ്പ് ആൻഡ് കീപ് ഓൾ ലബോറട്ടറി റെക്കോർഡ്? ലാബിലെ എല്ലാ റെക്കോർഡുകളും എന്തിനനുസൃതമായിട്ട്? സ്പെസിഫിക്കേഷൻ, ഓരോ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് സൂക്ഷിക്കുകയും അതുപോലെ തന്നെ നിക്ഷേപിക്കുകയും ചെയ്യുക. സെറ്റപ്പ് ആൻഡ് കീപ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻ. ആ സ്പെസിഫിക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതിനനുസൃതമായിട്ട് ലബോറട്ടറിയിലെ എല്ലാ റെക്കോർഡ്സും എന്ത് ചെയ്യുക? സൂക്ഷിക്കുകയൊക്കെ ചെയ്യുക.
അടുത്ത പോയിന്റ് നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ലാബ് സെക്ഷൻസ്. ലാബ് സെക്ഷൻസിന് ആവശ്യമായിട്ടുള്ള സപ്ലൈകൾ ലഭ്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. ലാബിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ് അത് ഉറപ്പുവരുത്തുക. മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ. എല്ലാ സപ്ലൈസും അവൈലബിൾ ആണ് എന്ന് ഉറപ്പുവരുത്തുക. അടുത്ത സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താ? സജസ്റ്റ് മെഷർ ടു എൻഹാൻസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ, യൂസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് നീഡ് ഫോർ ന്യൂ എക്യുപ്മെന്റ്സ്. സജസ്റ്റ് മെഷർ that enhance the testing performance. Enhance ചെയ്യാന്ന് മെച്ചപ്പെടുത്തുക. ലാബിന്റെ ടെസ്റ്റിംഗ് പ്രൊസീജിയർ മെച്ചപ്പെടുത്തുക, എക്യുപ്മെന്റ്സ് പരമാവധി ഉപയോഗിക്കുക, പുതിയ എക്യുപ്മെന്റ്സിന്റെ ആവശ്യകതകൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നിർദ്ദേശിക്കുക. സജസ്റ്റ് ചെയ്യുക, നിർദ്ദേശിക്കുക. എന്തിനു വേണ്ടിയാ? ടെസ്റ്റിംഗ് പ്രൊസീജിയർ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങള്, എക്യുപ്മെന്റ്സിന് ഉപയോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, നീഡ് ഓഫ് ഫോർ ന്യൂ പുതിയ എക്യുപ്മെന്റ്സ് ആവശ്യമാണെങ്കിൽ അത്, ഇതെല്ലാം നിർദ്ദേശിക്കുക. ലാസ്റ്റ് പോയിന്റ് നോക്കിയ, മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസസ് ആൻഡ് റവന്യൂ വിത്തിൻ ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ലബോറട്ടറി, ആ ഒരു ഡിപ്പാർട്ട്മെന്റിനുള്ളിലുള്ള റവന്യൂ, വരുമാനവും എക്സ്പെൻഡിച്ചർ ചെയ്തതും ഇതെല്ലാം നിരീക്ഷിക്കുക, അനലൈസ് ചെയ്യുക, അതിനെ ജസ്റ്റിഫൈ ചെയ്യുക, ഓക്കെ, ന്യായീകരിക്കുക. ഓക്കെ ആണോ നോക്കി അടുത്ത 9 പോയിന്റ്സും. കുട്ടി ഇപ്പൊ തന്നെ തമ്പിട്ടുണ്ട് കേട്ടോ, ശാലിന്റെ ഇട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ നമുക്കതേ വെപ്പല്ലേ, ചെറിയ പോയിന്റ്സ് ആണ്. ഇത് പെട്ടെന്ന് വായിച്ചിട്ട് നമുക്കൊന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ലബോറട്ടറി എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഫാർമസി കഴിഞ്ഞു, ലബോറട്ടറി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ 9ാമത്തെ ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററാണ് അടുത്ത് എടുക്കാറുണ്ട് കേട്ടോ. ഇതൊന്നുകൂടി നമുക്ക് നോക്കാം. നമ്മുടെ എത്രാമത്തെ പോയിന്റ് കൂടി? 10ാമത്തെ പോയിന്റ് അല്ലേ നമുക്ക് പറയട്ടെ, ഗൈഡ് എന്ന് നോക്കാം. അപ്പോൾ ലാബിലുള്ള കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങള്, കംപ്ലൈൻസുകള്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അതിന് കൈകാര്യം ചെയ്യുക, അതിന് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുക, അതിനുള്ള പരാതിയുടെ പരിഹാരങ്ങൾ, അതൊക്കെ നമ്മൾ ഒരു സൊല്യൂഷൻസും കാണുക. പിന്നെ അടുത്തത് ലാബില് വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയിക്കും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങള് ഉണ്ടെന്ന് ഉറപ്പാക്കണം, സൗകര്യങ്ങൾ കൊടുക്കണം, അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ ഫെഡറൽ സ്റ്റേറ്റ് സിസ്റ്റം റെഗുലേഷൻസ്, ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഫെഡറൽ സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻ നിയന്ത്രണങ്ങള് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അഷ്വർ ചെയ്യുക, ഉറപ്പുവരുത്തുക, കംപ്ലൈൻസസ് പാലിക്കാം. എല്ലാ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയർ, ലാബുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പോളിസി പ്രൊസീജിയറുകളെ ലാബ് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ലാബിന്റെ റിസർച്ച് പോർട്ട്ഫോളിയോ എല്ലാം ചെയ്യുക. പിന്നെ അത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ, നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് തന്നെ ലബോറട്ടറിയിലെ റെക്കോർഡ്സ് ഇതെല്ലാം ലാബ് കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക. പിന്നെ ലാബിലെ പല സെക്ഷൻസിലേക്കും ആവശ്യമായിട്ടുള്ള സപ്ലൈകള്, ഓരോ സെക്ഷനിലേക്കും ആവശ്യമായിട്ടുള്ള സപ്ലൈകള് അത് ലഭ്യമാണ്, അത് അവൈലബിൾ ആണ് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തണം. പിന്നെ അടുത്തത് എന്താണ്? ടെസ്റ്റിംഗ് പ്രൊസീജിയർ മെച്ചപ്പെടുത്തുക, എക്യുപ്മെന്റ്സിന്റെ ഉപയോഗം, പുതിയ എക്യുപ്മെന്റ്സിന് വേണ്ടി അതിന്റെ ആവശ്യകതകള്, ഇതിനൊക്കെയുള്ള സജഷൻ ഇതൊക്കെ നിർദ്ദേശിക്കുക. പിന്നെ ലാസ്റ്റ് പോയിന്റ്, മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ. മോണിറ്റർ ചെയ്യുക, അനലൈസ് ചെയ്യുക, ജസ്റ്റിഫൈ ചെയ്ത് ന്യായീകരിക്കുക. എന്ത്? എക്സ്പെൻസസ് ആൻഡ് റവന്യൂ. എങ്ങനെ? ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ്, എങ്ങനെയാ? ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള എല്ലാ ചെലവും, റവന്യൂ വരുമാനവും, ഇതൊക്കെ ചെലവും എക്സ്പെൻസുകളും ഒക്കെ മോണിറ്റർ ചെയ്യുക, അനലൈസ് ചെയ്യുക, ജസ്റ്റിഫൈ ചെയ്യുക. ഓക്കെ ആണോ നോക്കട്ടെ. ഒക്കെ ആണെങ്കിൽ ഒന്ന് തമ്പട്ടേരെ ജസ്റ്റ് ഒന്ന് വായിച്ചു.
എളുപ്പമല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ? ചാപ്റ്റർ എളുപ്പമാണ്. നമ്മളത് പഠിച്ചത് പറഞ്ഞേല് നോടി അച്ഛൻ പെട്ടെന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടാണ് ഇത് പറയാൻ കുറിച്ച് നമ്മൾ അവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതേ. ആ ഫങ്ഷണൽ ഡിവിഷൻസ് 5 അത് പഠിക്കണം. പിന്നെ ആ ബോക്സില്ലേ, ബോക്സ് ക്ലിനിക്കൽ പതോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, ആ ബോക്സ് അതുപോലെ പഠിക്കണം. പിന്നെ ഹൈറാർക്കിയില് പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും പഠിച്ചാൽ മതി കേട്ടോ. അത് 2 പഠിക്കണം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി അതൊക്കെ. പിന്നെ ലെവല് അത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. അതിന് ഏതെങ്കിലും ഓർമ്മയെങ്കിലും ചോദിക്കാറുണ്ട് കേട്ടോ. ലെവൽസ് ഓഫ് ലബോറട്ടറി അത് നോക്കണം. പിന്നെ എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ലബോറട്ടറിയിലെ പോളിസി ആൻഡ് പ്രൊസീജിയർ ആണ് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അതും നമ്മൾ നോക്കണം. ലേബലിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളത് അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതൊക്കെ വായിക്കണം. പിന്നെ അടുത്തത് പിന്നെ ലബോറട്ടറി റെക്കോർഡ്സ് അവിടെ പ്രത്യേകം ഞാൻ പറഞ്ഞായിരുന്നു. അതിന്റെ പേര് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ സേഫ്റ്റി, ജനറൽ സേഫ്റ്റി മെഷേഴ്സ് അതും കുറച്ച് പോയിന്റ്സ് ആയിട്ട് തന്നേക്കണേ. വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ സൈനുകൾ ഒന്നിന്റെ മോഡ്യൂളോട് ചോദിക്കുമ്പോൾ മെയിൻ എക്സാമിന് ചോദിക്കാറുണ്ട്. എന്തായാലും ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. സയൻസ് ആൻഡ് സിമ്പിൾസ് പഠിക്കണം. പിന്നെ ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട. ഏതാണ്? ലാബ് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇത് 18 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ചാപ്റ്റർ 9 ആണ്. ഞാനിവിടെ ഒന്ന് ഷെയർ ചെയ്തേ. പേജ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. പേജ് നിങ്ങൾ ഒന്ന് എടുത്തവരൊന്ന് പേജ് നമ്പർ ഇട്ടേ പിള്ളേരെ. ഏഴാമത്തെ ചാപ്റ്റർ, 7 അല്ല 9ാമത്തെ ചാപ്റ്റർ ആണ്. എടുത്തോ നിങ്ങളുടെ ടെക്സ്റ്റിൽ? അയ്യോ ഒരു മിനിറ്റ് എടുത്തോ. പേജ് നമ്പർ എത്രയാണ്? 52. ഓക്കെ ഓക്കെ, ഞാൻ നോക്കട്ടെ കേട്ടോ. 52 വേഗം എടുക്കാലോ എന്ന് വെച്ചിട്ട്. ഓക്കെ 52 ഇവിടെ എത്ര എടുക്കണേ? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ചാപ്റ്റർ 9 ആണ്. പേജ് നമ്പർ എത്രയാണ്? 52. ഓക്കെ, എന്തായാലും 52 തന്നെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഹോസ്പിറ്റലിലൊക്കെ എല്ലാവരും പോകാറുണ്ട് അല്ലെ? ആർക്കെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ഇൻഫെക്ഷൻ വന്ന് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടോ? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഇല്ല. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും അസുഖമായിട്ട് പോയി, കുറച്ച് ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, ഉണ്ട്. റംഷിയാണോ? റമിഷാന്നാണോ? റമിഷാന്നാണോ? ആ റമിഷ വന്നിട്ടുണ്ട്. അതായത് ചിലർക്കൊക്കെ അജ്മീർ റഹീം വന്നിട്ടുണ്ട്. ചിലർക്കൊക്കെ ഉണ്ടാകാം ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന്. അഞ്ജലി കുട്ടിയൊക്കെ ഉണ്ട്. എത്ര പേർക്കാന്ന് നോക്കിയേ. ഇപ്പൊ നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിൽ അസുഖം മാറാനാ പോകുന്നത്. പക്ഷെ ചിലപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോ ഇൻഫെക്ഷൻ നമുക്ക് കിട്ടാം. അപ്പോ നമ്മൾ ആ പേര് പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ എന്താ? ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന, ഹോസ്പിറ്റലിൽ നിന്ന് ആർജിക്കുന്ന, നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. ക്ലിയർ ആണോ നോക്കിയേ? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ ആണ്. ചിലപ്പോ വേറെ എന്തെങ്കിലും അസുഖമായിട്ട് പോകാം. അസുഖമായിട്ട് പോയി കഴിഞ്ഞ് നമ്മള് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോ അവിടെ എന്തായിരിക്കും, ചിലപ്പോ എന്തെങ്കിലും വേറെ പേഷ്യൻസിന് വല്ല അസുഖമുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം. ചിലപ്പോ അവിടെ പ്രോപ്പർ ആയിട്ട് ആ ഹോസ്പിറ്റൽ ക്ലീൻ അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാം. പിന്നെ ചിലർക്ക് യൂറിനൊക്കെ പാസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ട്യൂബൊക്കെ കുറച്ച് ദിവസം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരാം. ഇതൊക്കെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചിലപ്പോൾ വരാം. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. പേരിൽ നിന്ന് തന്നെ അറിയാം. ആ ഇൻട്രൊഡക്ഷൻ നോക്കിയേ. A hospital acquired infection is also known as a
നോസോകോമിയൽ ഇൻഫെക്ഷൻ. അണ്ടർലൈൻ ചെയ്തിട്ട് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. The word nosocomial is derived from the Latin word. ഈ nosocomial എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഏതിൽ നിന്നാണെന്ന് പറഞ്ഞേ? ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഏതാണ് ആ ലാറ്റിൻ വേർഡ്? നോസോകോമിയോൺ. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ പാരഗ്രാഫില് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാനുണ്ട്. The word nosocomial is derived from the Latin word nosocomion, which means hospital. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റൽ. അപ്പൊ എന്തൊക്കെ കാര്യം പറഞ്ഞേ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. ഇനി ദ വേർഡ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന ഏതിൽ നിന്നാണ്? ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഏതാണ് ലാറ്റിൻ വേർഡ്? നോസോകോമിയോൺ. ഇനി വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ലാറ്റിൻ വേർഡ് നോസോകോമിയോൺ? എന്താണ് മീനിങ്? നോസോകോമിയോൺ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താ? ഹോസ്പിറ്റൽ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നോക്കിയേ. ആ ഒരൊറ്റ സെന്റൻസ് ഉള്ളൂ, പക്ഷെ ആ സെന്റൻസിൽ ഒത്തിരി ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. നോസോകോമിയോൺ, വാട്ട് ഇസ് ദ മീനിങ്? ഹോസ്പിറ്റൽ. നോസോകോമിയോൺ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? ഹോസ്പിറ്റൽ ആണ്. Is an infection that is occurred in a hospital or other healthcare facility. ഇനി ഈ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റിന്നോ നമുക്ക് ഈ ഇൻഫെക്ഷൻ വരാം. The infection that is occurred in a hospital or other healthcare facility. ഒരു ഹോസ്പിറ്റലിൽ നിന്നോ മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നോ നമുക്ക് ഈ ഇൻഫെക്ഷൻ വരാം. അതുകൊണ്ട് ഇതിനെ എന്തെന്താ പറയുന്നത്? It is also called health care associated infection. ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ നമുക്ക് എന്തെന്നും കൂടി പറയാം? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടേ, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. എന്തൊക്കെ പറഞ്ഞേ? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം, അല്ലെ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. 3 കാര്യങ്ങൾ കിട്ടിയോ? എന്തുകൊണ്ട് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഇത് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നോ നമുക്ക് വരാം. അതുകൊണ്ടാണ് അതിനെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയാം. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നും ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയാം. ഈ നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഏതാണ് ആ ലാറ്റിൻ വേർഡ്? നോസോകോമിയോൺ എന്നാണ്. ആ വേർഡിന്റെ മീനിങ് ആണ് ഹോസ്പിറ്റൽ. ഇനി ഹോസ്പിറ്റൽ അതും നോക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട് ഇതൊക്കെ കേട്ടോ. ഏത് വേർഡിൽ നിന്നാണ്? ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഏതാണ് ലാറ്റിൻ വേർഡ്? നോസോകോമിയോൺ. ആ നോസോകോമിയോൺ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ്? ഹോസ്പിറ്റൽ. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നാവാം, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നാവാം. ബോത്ത് എ ആൻഡ് ബി ഉണ്ടാകാം, നൺ ഓഫ് ദ എബോവ് ഉണ്ടാവാം. അപ്പൊ ഓപ്ഷൻസ് ഒക്കെ നോക്കി കറക്റ്റ് ചെയ്ത് എഴുതാം. ഇനി അടുത്ത് നോക്കിയേ, such as infection may be acquired in hospital. ഈ ഇൻഫെക്ഷൻ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരാം, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്ന് വരാം. പുനരധിവാസ കേന്ദ്രങ്ങള്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ പറഞ്ഞില്ലേ? പുനരധിവാസ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെ? റീഹാബിലിറ്റേഷൻ, പുനരധിവാസ കേന്ദ്രങ്ങള്, പ്രായമായ ആളുകളെയൊക്കെ, അല്ലെ, വയസ്സായ ആളുകളെയൊക്കെ നമുക്ക് എന്താ അവരുടെ ജീവിതത്തിന്റെ അവസാന നാളുകളില് നമുക്ക് എന്താണ് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ട്രീറ്റ്മെന്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഒരു എന്താ കൊടുക്കാം, അവർക്കുള്ള കുറച്ച് ഫെസിലിറ്റി, അവർക്ക് സന്തോഷം ഇതൊക്കെ കൊടുക്കാൻ പുനരധിവാസ കേന്ദ്രങ്ങള്.
അവിടെ നേഴ്സിംഗ് ഹോമില് നിന്ന് ആകാം. ഇൻഫെക്ഷൻ എവിടെ നിന്നൊക്കെ വരാമെന്നാ പറഞ്ഞേക്കണേ. ഹോസ്പിറ്റലിൽ നിന്ന് വേണമെങ്കിൽ വരാം, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്ന് വരാം, നേഴ്സിംഗ് ഹോമിൽ നിന്ന് വരാം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്ന് വരാം, ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ് അല്ലെങ്കിൽ മറ്റുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നും ഒക്കെ ഈ ഇൻഫെക്ഷൻ വരാം. ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമാണെന്നില്ല, ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. അല്ലേ? അടുത്ത infection is spread to affected patient in the clinical setting by many means. ഈ ഇൻഫെക്ഷൻ ഒരാളിൽ നിന്ന് ആ ക്ലിനിക്കൽ സെറ്റിംഗ്സ് ഇപ്പൊ ഹോസ്പിറ്റലിൽ പല മാർഗത്തിലൂടെ നമുക്ക് പകരാൻ പറ്റും. ചിലപ്പോ എയറിൽ കൂടി ആകാം, അല്ലെങ്കിൽ ഡ്രോപ്സിൽ കൂടി ആവാം. ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ അടുത്ത് പോയിരുന്ന ആ ഇൻഫെക്ഷൻസിന്റെ ഏജൻസ് എയറിലേക്ക് വന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻ വരാൻ പാടില്ലേ? അപ്പൊ അതെന്ന് പറഞ്ഞാൽ അത് അഫക്ട് ചെയ്യാൻ ക്ലിനിക്കൽ സെറ്റിംഗ് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്ന് ഇൻഫെക്ഷൻ നമുക്ക് പല രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അതിന് പല മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞേക്കണേ. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ. ഇനി ചിലപ്പോൾ ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. അവര് വേണമെങ്കിൽ ഇൻഫെക്ഷൻ ആക്കാം. ഇപ്പൊ സ്റ്റാഫ് ആണെങ്കിലും ഏതെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസിനെ പോയി പിടിച്ചിട്ട് അവര് ശുശ്രൂഷിച്ച് കൈയൊക്കെ മര്യാദയ്ക്ക് കഴുകാതെ നമ്മുടെ അടുത്ത് വന്ന് പിടിച്ചാൽ നമുക്ക് വരാൻ പാടില്ലേ? അല്ലെ? ഹാൻഡിൽ കൂടെ വരാൻ പാടില്ലേ? കോണ്ടാക്ട് വഴി വരാം, ആ ഇൻഫെക്ഷൻ നമ്മളിലേക്ക് വരാം. അപ്പൊ ഹെൽത്ത് കെയർ സ്റ്റാഫും ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന് ഒരു പങ്കുണ്ടെന്ന്. ഡിസൈഡ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ് കണ്ടോ, അവര് ഇനി എക്യുപ്മെന്റ്സ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ എക്യുപ്മെന്റ്സ് നമ്മൾ CSSD പഠിച്ചോ നിങ്ങള്? സ്റ്റെറിലൈസ് ചെയ്യേണ്ട കാര്യം, എക്യുപ്മെന്റ്സ് എല്ലാം പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ആ എടുക്കുന്ന എക്യുപ്മെന്റ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് വരാം. ഒരു സർജറി ചെയ്തു, ഇൻഫെക്ഷൻ ഉണ്ട്, ആ സർജറി ചെയ്ത എക്യുപ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്തില്ലെങ്കിൽ അല്ലെ, CSSD ഡിപ്പാർട്ട്മെന്റ് സ്റ്റെറിലൈസ് ചെയ്യാതെ ആ എക്യുപ്മെന്റ്സ് തന്നെ ഹെൽത്ത് സ്റ്റാഫ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇൻഫെക്ഷൻ വരാം. അപ്പൊ അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സിൽ കൂടെ വെറ്റ് ലിനൻ തലയിണകള് ഓർ എയർ ഡ്രോപ്സ് എയറിൽ കൂടെ എയർ ഡ്രോപ്സിൽ കൂടെ ഒക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. The infection is spread to affected patient in clinical setting. പേഷ്യന്റിൽ നിന്ന് നമ്മൾ ആ ഒരു ക്ലിനിക്കൽ സെറ്റിംഗ്സിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പല രീതിയിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഹെൽത്ത് കെയർ സ്റ്റാഫും ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിൽ ഒരു പങ്കുണ്ട്. അവര് ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത് വഴി ഇനി ബെഡ്ലിനൻ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യാത്ത പിന്നെ അത് എയർ ഡ്രോപ്സിൽ കൂടെ ഒക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. It can also originate from outside environment. ഇനി എവിടെന്നാ? ഔട്ട്സൈഡ്, പുറമേ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാം. അനന്തർ ഇൻഫെക്റ്റഡ് പേഷ്യന്റ്, മറ്റ് ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസ് ഇല്ലേ, അവരിൽ നിന്നും ഔട്ട്സൈഡിൽ നിന്നും നമുക്ക് വരാം. ഓർ സം കേസസ്, ഇനി ചില സമയങ്ങളിൽ the source of infection cannot be certain എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തുക. ഇനി ചില സമയങ്ങളിൽ ഇൻഫെക്ഷന്റെ സോഴ്സ് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. എവിടെ നിന്നാണ് ഇൻഫെക്ഷൻ വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ചില സമയത്ത്. എവിടെ നിന്നാണാവോ ഇൻഫെക്ഷൻ വന്നു എന്നല്ലാതെ ഇതിന്റെ സോഴ്സ് എവിടെയാ? ഇപ്പൊ നമുക്ക് വേറെ പേഷ്യന്റിൽ നിന്ന് വന്നതാണോ, ഇനി എയറിൽ കൂടെ വന്നതാണോ, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണോ, അല്ലെങ്കിൽ അങ്ങനെ ഏതാണോ അതിന്റെ സോഴ്സ് എന്ന് ചില സമയത്ത് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. തിട്ടപ്പെടുത്തുക. In certain cases, the microorganism emerged from the patient own skin. ഇനി ചില സമയത്ത് നമുക്ക് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ സ്കിന്നിൽ പ്രത്യക്ഷപ്പെടാം. ബിക്കമിങ് ഓപ്പർച്യൂണിറ്റി ആഫ്റ്റർ ദ സർജറി. അതാ പറഞ്ഞത്, സർജറി ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ ഇതുപോലെ നമുക്ക് എന്താണ് ഇൻഫെക്ഷൻ ചിലപ്പോ ആകാം അല്ലെ? ചിലർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവല്ലോ സർജറി കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ വരിക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ ബോഡിയിൽ ചിലപ്പോ ഈ സർജറി ഒക്കെ കഴിയുമ്പോ നമ്മളിപ്പോ പ്രോപ്പർ അല്ലാതെ അല്ലേ ചിലപ്പോ നമ്മൾ ചിലപ്പോ നമ്മളത് ശ്രദ്ധിക്കാതെയൊക്കെ വരുമ്പോഴോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോ ഇൻഫെക്ഷൻ ആവാൻ ചിലപ്പോ അങ്ങനെ ചിലപ്പോ സർജറി കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ വന്ന കേസുകളുണ്ട് നമുക്ക്. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ പല രീതികളിലും നമുക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം.
അതായത് സർജറി ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ ദ സർജറി, ആ സർജറി കഴിഞ്ഞ അവസരങ്ങളിലും അതിനുശേഷവും നമുക്ക് പേഷ്യന്റിന്റെ ബോഡിയിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഷോസ് എ ടെൻഡൻസി ടു lack proof that it was present where the patient goes into the healthcare settings. ഇനിയിപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ വല്ല മാർഗമുണ്ടോ? നമ്മൾക്ക് വേറെ അസുഖമായിട്ടാണ് നമ്മൾ പോയത്, പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ നമുക്ക് ഇൻഫെക്ഷൻ വന്നു. അപ്പൊ അവിടെ അതായത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ പ്രസന്റ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു അസുഖമില്ല, ഇൻഫെക്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ 2 ദിവസം കഴിയുമ്പോ ഇൻഫെക്ഷൻ വന്നു. അപ്പൊ നമ്മൾ എന്താ പറയണേ, നമുക്ക് അഡ്മിഷന് ശേഷം ഇൻഫെക്ഷൻ വന്നേക്കണത് അല്ലേ? അതായത് നമുക്കത് കുഞ്ഞുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് ഒരു ചാൻസും ഇല്ല അവിടെ. ഞാൻ വേറെ അസുഖമായിട്ടാണ് ഞാൻ പോയത്, പക്ഷെ എനിക്ക് ഇൻഫെക്ഷനേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ അഡ്മിഷന് ശേഷം എനിക്ക് ഇൻഫെക്ഷൻ വന്നു. അപ്പൊ അത് എവിടെ നിന്ന് വന്നു എന്നാ പറയാൻ പറ്റുള്ളൂ എനിക്ക്? ഹോസ്പിറ്റലിൽ ചെല്ലണോ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ഇൻഫെക്ഷൻ വന്നത്. അപ്പൊ നമുക്ക് എന്താ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണെന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഇൻഫെക്ഷൻ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി എന്നാണ് അത് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കട്ടോ, ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ പാരഗ്രാഫില്? ഓക്കെ ആണെന്നാണോ? സംശയം ഉണ്ടെന്നാണോ? എന്താണ് മുമ്പിട്ടത്? ഓക്കെ അല്ലേ? അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാനുള്ളത് പ്രത്യേകം ഒന്ന് അണ്ടർലൈൻ ചെയ്തോളാം. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അണ്ടർലൈൻ ചെയ്യാതെ. പിന്നെ അടുത്തത് വേർഡ് നോസോകോമിയൽ ഡിറൈവ് ചെയ്തേക്കുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അണ്ടർലൈൻ ചെയ്യുക. ഇനി ആ ലാറ്റിൻ വേർഡ് നോസോകോമിയോൺ അണ്ടർലൈൻ ചെയ്യുക. പിന്നെ നോസോകോമിയോൺ എന്ന് പറഞ്ഞതിന്റെ വേർഡിന്റെ മീനിങ് ഹോസ്പിറ്റൽ. ഇത്ര അണ്ടർലൈൻ ചെയ്തില്ലായിരുന്നു നിങ്ങള്? പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയും. ആ നിങ്ങൾക്ക് അവിടെ ബോൾഡ് ചെയ്ത് തന്നിട്ടില്ലേ അവിടെ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്കത് പിന്നെ അവിടെ നോക്കാനുള്ളത് ഏതൊക്കെ സോഴ്സ് വേണമെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ പല രീതികളിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാന്നുള്ളതില്ലേ. ഇൻഫെക്ഷൻ സ്പ്രെഡ് ടു അഫക്റ്റഡ് പേഷ്യന്റ് ഇൻ ക്ലിനിക്കൽ സെറ്റിംഗ് ബൈ മെനി മീൻസ്. ഹെൽത്ത് കെയർ സ്റ്റാഫ് സ്പ്രെഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെ കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ് വഴി ബെഡിലിൻ എയർ ഡ്രോപ്സിൽ കൂടെ ഒക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാന്നുള്ളത് കേട്ടോ. അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അവിടെ കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ, അതിന്റെ സിംറ്റംസ്? ആ 3 കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നടത്താം കേട്ടോ. ഏതൊക്കെയാണെന്ന് നോക്കിയ സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ സിംറ്റംസ് എന്താ? ഫോർ HAI. ഇനി ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ നീട്ടി പറയൂല കേട്ടോ, HAI എന്ന് പറയുള്ളൂ, ഷോർട്ട് ഫോം ആണ്. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്സ്പാൻഡ് HAI. HAI എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. അതെങ്ങനെയാ നമുക്ക് ഉണ്ടാവുന്നത്? മസ്റ്റ് അറൈസ് after 48 hours after hospital admission. ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയിട്ട് 48 മണിക്കൂറിന് ശേഷം, ആഫ്റ്റർ ആണ്. ആഫ്റ്റർ 48 hours കണ്ടോ, അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. 48 hours വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് 48 മണിക്കൂർ വരെ
അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോന്നു, 2 ദിവസം കഴിഞ്ഞപ്പോ നമുക്ക് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് പറയാം ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. കണ്ടോ, ഡിസ്ചാർജ് ചെയ്ത് ആഫ്റ്റർ ഡിസ്ചാർജിന് ശേഷം 3 ദിവസം വരെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ, മനസ്സിലാവണ്ടോ? അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം 3 ദിവസം വരെ നമുക്ക് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ, then in a health care facility with someone was admitted for reason except for the infection. ഇനി ഇൻഫെക്ഷൻ ഒഴികെ അല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരാൾ ഹോസ്പിറ്റലിൽ വന്നു, ഇൻഫെക്ഷൻ അല്ല അയാൾക്ക്, ഇൻഫെക്ഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അയാൾ ഹോസ്പിറ്റലിൽ വന്നു, പക്ഷെ അയാൾക്ക് ഇൻഫെക്ഷൻ വന്നു, അപ്പോഴും നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഈ ഇൻഫെക്ഷൻ അല്ലാത്ത ഒരാള്, ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണങ്ങളാണ് ഒരാളെ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ, അപ്പോഴയാൾക്ക് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ, ഇൻഫെക്ഷൻ ആയിട്ട് വന്ന ഒരാളെയാണെങ്കിൽ പിന്നെ ഇൻഫെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഇൻഫെക്ഷൻ ആയിട്ട് വന്ന ഒരാളെയാണെങ്കിൽ പറയാൻ പറ്റില്ല. ഇനി ഇൻഫെക്ഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്, എന്നിട്ട് അയാൾക്ക് ഇൻഫെക്ഷൻ വരികയാണെങ്കിലും നമുക്ക് എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയൊക്കെ ആ ചാൻസ് എങ്ങനെയാ വരാൻ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം അപ് ടു 48 hours, 48 മണിക്കൂർ വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം, അതായത് അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ, പിന്നെ അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസം വരെ, പിന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നമുക്ക് ഈ ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു റീസൺ കൊണ്ട് ആളെ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ, എന്നിട്ട് അയാൾക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിലും. ഓക്കെ അല്ലേ? ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണല്ലേ പിള്ളേരെ? എപ്പോഴും പറയണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ട് പോകണം കേട്ടോ. അതായത് നമുക്ക് മൊഡ്യൂൾ എക്സാമിന് മോക്ക് ടെസ്റ്റുകളിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒക്കെ വരുന്നതേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയണം, അതൊക്കെ കറക്റ്റ് ചെയ്ത് പൊക്കോളണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ